എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മൈഗൈ അവനവന്റെ എയ്ത്ത് ഇന്നർ ഗേറ്റ് അത് ഓപ്പൺ ചെയ്ത് അങ്ങനെ മാതൃയുടെ അടുത്തേക്ക് ചാടി വീഴും. ആ ഒരു ഡെഡ് പവറിൽ മാതൃക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അവന്റെ പവറിന് മുൻപില് മാതൃ പതിയെ പതിയെ ഇപ്പൊ ഇല്ലാതാവാനായിട്ട് ആരംഭിക്കും. മൈഗൈ ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. വീണ്ടും വീണ്ടും അവനെ പാഞ്ഞ് അറ്റാക്ക് ചെയ്യും. അത് കണ്ട് ലീ പറയും, ഈ ഒരു എയ്ത്ത് ഗേറ്റ് പവർ അത് ആക്ച്വലി കണ്ടിന്യൂസ് പവറാണ്. പക്ഷെ മാസ്റ്റർ ആള് വീണ്ടും വീണ്ടും എയ്ത്ത് ഗേറ്റ് അത് ഓപ്പൺ ചെയ്താണ് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ മൈഗൈ അവൻ വീണ്ടും ഇപ്പൊ അവന്റെ എയ്ത്ത് ഗേറ്റ് ഓപ്പൺ ചെയ്ത് മാതൃയെ തല്ലി തല്ലി തകർക്കും. പക്ഷെ അപ്പോഴേക്കും മൈഗൈ മാസ്റ്ററുടെ കാല് അതങ്ങനെ ബ്രേക്ക് ആവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മൈഗയുടെ അടികെട്ടി മാതൃ അവൻ വീണ് കിടക്കുകയാണ്. മാതൃയുടെ ബോഡിയിലാണെങ്കിൽ ഒരുപാട് പരിക്കുകൾ പറ്റി. മാത്രമല്ല അവന്റെ തലയിലെ കൊമ്പ് അതൊക്കെ പൊട്ടി താഴേക്ക് വീഴും. പക്ഷെ അപ്പോഴും യാതൊരു കുലുക്കവും ഇല്ലാതെ മാതൃ വീണ്ടും എഴുന്നേറ്റ് മൈഗയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ഗാരയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവന്റെ എയ്ത്ത് ഇന്നർ ഗേറ്റ് അത് ഓപ്പൺ ചെയ്തിട്ട് പോലും മാതൃയെ തകർക്കാൻ കഴിഞ്ഞില്ലേ? സത്യത്തിൽ അവന്റെ എയ്ത്ത് ഗേറ്റ് അത് ഓപ്പൺ ചെയ്തോ? അതിന് കാക്കാഷി പറയും, അതെ, അവന്റെ എയ്ത്ത് ഗേറ്റ് 2-3 തവണ ഓപ്പൺ ചെയ്താണ് മാതൃയെ അടിച്ചു വീഴ്ത്തിയത്. ഒരു ഷിനോബിയെ കൊണ്ടും എയ്ത്ത് ഗേറ്റിന് മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് ആവില്ല. പക്ഷെ മാതൃ അവനെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നെനിക്കറിയില്ല. മൈഗയുടെ പവർ അത് അവന്റെ എയ്ത്ത് ഗേറ്റ് അത് ഓപ്പൺ ആവുമ്പോ 10 മടങ്ങാവും. പക്ഷെ അത് അതുപോലെ തന്നെ അവന്റെ ലൈഫിനെയും ബാധിക്കും. ഒരു പക്ഷേ അവന് ജീവൻ പോലും ഇതിൽ നഷ്ടപ്പെടാം. ഇവിടെ മൈഗൈ അവൻ വീണ്ടും അവന്റെ എയ്ത്ത് ഗേറ്റ് ഓപ്പൺ ചെയ്ത് മാതൃക്ക് നേരെ എയറിലൂടെ പാഞ്ഞെടുക്കും. ഗാറ അവന്റെ എനർജിയും പവറൊക്കെ കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കാണ്. കാരണം പണ്ട് മൈഗയും ഗാറയും അവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അവൻ ഒരു സെക്കൻഡ് അത് ആലോചിക്കും. ഉടനെ മിനട്ടോ ആൾ ടെൻഷനായിട്ട് പറയും, നമുക്ക് എങ്ങനെയെങ്കിലും മൈഗയെ സപ്പോർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ടൈം. ഉറപ്പായിട്ടും നമ്മുടെ കൂടെ സപ്പോർട്ട് അവന് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാതൃയെ വിലംബരിച്ചാക്കാൻ കഴിയും. ഉടനെ കാക്കാഷി പറയും, ആ ഒരു ബ്ലാക്ക് സ്പിയർ അതെങ്ങനെയെങ്കിലും തകർക്കാനായിട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിന് മിനട്ടോ പറയും, 70 മീറ്റർ ദൂരത്തേക്ക് മാത്രമേ ആ ബ്ലാക്ക് സ്പിയർ പോവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് റിട്ടേൺ പോകും. മിനട്ടോ പറയും, കാക്കാഷി നീ നിന്റെ കാമുകി ജിപ്സു അത് റെഡിയാക്കി വെച്ചോ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അവനെ ഇല്ലാതാക്കാൻ. നീയും മൈഗയെ പോലെ ഭയങ്കര ബ്രേവാണ്. നമുക്ക് വേണ്ടിയാണ് മൈഗൈ അവന്റെ ജീവൻ അതുപോലും സാക്രിഫൈസ് ചെയ്ത് ഇപ്പൊ മാതൃയായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതേസമയം മൈഗൈ ആള് ഫുൾ പവറില് കറങ്ങി വന്ന് മാതൃ ഇടിക്കാൻ നോക്കും. പക്ഷെ മാതൃ അവൻ നൈസായിട്ട് അത് ബ്ലോക്ക് ചെയ്യും. അത് കണ്ട മൈഗൈ അങ്ങനെ ചാടി വന്ന് വീണ്ടും അവന്റെ എയ്ത്ത് ഗേറ്റ് അത് ഓപ്പൺ ചെയ്ത് മാതൃയുടെ തൊട്ടു പുറകിൽ തന്നെ ആഞ്ഞൊരൊറ്റ അടി. ആ ഒരു അടിയില് മാതൃ തകരും. മൈഗൈ ആണെങ്കിൽ എന്നിട്ടും വിട്ടുകൊടുക്കാനായി തയ്യാറാവില്ല. അവൻ വീണ്ടും വീണ്ടും മാതൃയെ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ആവേശമാവും. പക്ഷെ അപ്പോഴേക്കും മാതൃ അവന്റെ ബ്ലാക്ക് സ്പിയർ അത് വെച്ച് വലിയൊരു ഗോളം ക്രിയേറ്റ് ചെയ്ത് അതിൽ അവനെ തന്നെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കും. അത് കണ്ട മിനിട്ടോ ആള് സെക്കൻഡുകൾ കൊണ്ട് അവന്റെ ബ്ലാക്ക് സ്പിയർ അതങ്ങനെ അവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യും. ഗാറയാണെങ്കിൽ അവന്റെ സാൻഡ് ഉപയോഗിച്ച് മാതൃയുടെ ആ ഒരു കവചം അതങ്ങനെ തകർക്കും. ആ ഗ്യാപ്പില് മൈഗൈ അവൻ വീണ്ടും പറന്നു വന്ന് അവന്റെ ഫുൾ പവറില് മാതൃ ആഞ്ഞിട്ടിക്കും. ചോര തുളുമ്പി മാതൃ അവൻ വീണ്ടും ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കും. മാതൃ പറയും, മൈഗൈ ആശ്രാമിക്ക് ശേഷം എന്നോടിങ്ങനെ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. ഇപ്പൊ നീയാണ് ആശ്രാമയെ പോലെ തന്നെ എന്നോട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അതേസമയം ഇപ്പൊ നമ്മുടെ നറൂട്ടോയെ കാണിക്കും. അവനാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കും, ഞാനിപ്പോ എവിടെയാ, എനിക്ക് എന്താ സംഭവിച്ചേ? അപ്പോഴായിരിക്കും നറൂട്ടോ ഒരു ശബ്ദം കേൾക്കുക. അവൻ തിരിഞ്ഞു നോക്കും. ആ ഡാർക്ക് നയൻറ്റേല് അതാണ് ഇപ്പൊ അവന്റെ ബോഡിയിലുള്ളത്. നയൻറ്റേല് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നിനക്കിപ്പോഴും ജീവനുണ്ട്. അതുപോലെ തന്നെ നറൂട്ടോയുടെ മറ്റൊരു സൈഡില് മറ്റൊരു സേജ് ഓഫ് സിക്സ് പാത്തിനെ നറൂട്ടോ കാണും. നറൂട്ടോ ഫുൾ കൺഫ്യൂസ്ഡ് ആയിട്ട്, നിങ്ങളൊക്കെ ആരാ, ഇവിടെ എന്താ സംഭവിക്കണേ? ആക്ച്വലി ഈ ഒരു അപ്പൂപ്പൻ അദ്ദേഹമാണ് സേജ് ഓഫ് സിക്സ് പാത്ത്. നറൂട്ടോ ആണെങ്കിൽ അപ്പൂപ്പനെ കാര്യമായിട്ട് സ്കാൻ ചെയ്യും. അപ്പോഴായിരിക്കും അപ്പൂപ്പന്റെ റെനീങ്ങം കണ്ണ് അത് കണ്ട് നറൂട്ടോ ഷോക്കാവുക. അപ്പൂപ്പനാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പറയും. പക്ഷെ ആളുടെ ലാംഗ്വേജ് അത് കുട്ടപ്പന് പിടികിട്ടില്ല. അപ്പൂപ്പൻ വീണ്ടും നിഞ്ച ജിബ്ര എന്നൊക്കെ പറയുന്ന കേട്ട് കുട്ടപ്പന് കലി കയറും. നിർത്തിനടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്, ഒന്നിക്ക് മലയാളത്തിൽ പറ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കെ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അത് കേട്ട് ഇപ്പൊ സേജ് ഓഫ് സിക്സ് പാത്ത് അപ്പൂപ്പൻ ആൾ ഒരു സെക്കൻഡ് ടെൻസ്ഡ് ആവും. അപ്പൂപ്പൻ ചോദിക്കും, ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ടും
നിനക്കൊരു കുന്തവും മനസ്സിലായില്ലേ? എന്റെ ഭാഷ അത്രയ്ക്ക് ഡിഫിക്കൽട്ടാണോ? അത് കേട്ട് നറൂട്ടോ അവൻ ഷോക്കാവും. നറൂട്ടോ പറയും, ഇപ്പൊ എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കുറച്ചു മുൻപ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതേ ലെവലില് ഇതേ ലാംഗ്വേജിൽ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതിന് അപ്പൂപ്പൻ പറയും, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് മനസ്സിലാവാൻ ഞാൻ ഇതേ ഭാഷയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം. അത് കേൾക്കുമ്പോ ഇപ്പൊ നറൂട്ടോ ഹാപ്പിയാവും. അപ്പൂപ്പൻ പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളിപ്പോ ഉപയോഗിക്കുന്ന നിഞ്ച പവർ, ചക്ര പവർ, നിഞ്ചുപ്സു അതൊക്കെ കൊണ്ടുവന്നതും കണ്ടുപിടിച്ചതും ഒക്കെ ഞാനാണ്. എന്റെ പേരാണ് ഹഗറമോ. എനിക്ക് മറ്റൊരു പേര് കൂടെ ഉണ്ട്, സേജ് ഓഫ് സിക്സ് പാത്ത്. അത് കേട്ട് നറൂട്ടോ അവനങ്ങനെ ഫ്രീസായി പോവും. കുട്ടപ്പൻ അങ്ങനെ ഫ്രീസായിട്ട്, നിങ്ങളാണോ സേജ് ഓഫ് സിക്സ് പാത്ത്? നാഗട്ടോയും ജിറയ മാമനും നിങ്ങളെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിഞ്ചിപ്സു അത് കണ്ടുപിടിച്ചത് നിങ്ങളല്ലേ? അതിനപ്പൂപ്പൻ പറയും, ഓ, നിനക്ക് ഓൾറെഡി എന്നെക്കുറിച്ച് അറിയാല്ലേ? ഞാൻ ആക്ച്വലി കണ്ടുപിടിച്ചത് നിഞ്ചു ആണ്. അത് പിന്നീട് ഓരോരുത്തർ കൺവേർട്ട് ചെയ്ത് നിഞ്ചുപ്സു ആക്കി മാറ്റി. ആക്ച്വലി എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇപ്പൊ പുറത്ത് നടക്കുന്ന ആ പ്രശ്നങ്ങള്, ആക്ച്വലി അതിന്റെ മുഴുവൻ കാരണക്കാരൻ ഞാനാണ്. ഞാനിപ്പോ എൻ്റെ അമ്മയെക്കുറിച്ചും മകനെക്കുറിച്ചും ഓരോ കാര്യങ്ങള് നിന്റെ അടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അമ്മ ഇവിടേക്ക് എത്തി ആ ഒരു ഡിഫറെന്റ് പവറുള്ള പഴം അത് അന്വേഷിച്ച് ഇവിടെ മുഴുവൻ ഒരുപാട് അലഞ്ഞു നടന്നു. ആ ഒരു സ്പെഷ്യൽ ഫ്രൂട്ടിന്റെ പവറും ചക്ര എനർജിയും അതിനെക്കുറിച്ചൊക്കെ അമ്മയ്ക്ക് നല്ല അറിവുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളുടെ അന്വേഷണത്തിനൊടുവില് അമ്മ ആ ഫ്രൂട്ടും മരവും കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. ഫ്രൂട്ട് കിട്ടിയ ഉടൻ തന്നെ അമ്മ അത് കഴിച്ച് അതിൻ്റെ ഉള്ളിലെ പവർ അത് മുഴുവൻ സ്വന്തമാക്കി. എൻ്റെ അമ്മയുടെ പവർ അത് ഈ ലോകം മുഴുവൻ സ്പ്രെഡ് ആവാൻ തുടങ്ങി. എല്ലാവരും അമ്മയെ കണ്ട് പേടിച്ച് മാറി നിന്നു. അതിനുശേഷം എല്ലാവരും ദൈവത്തെ പോലെയാണ് എൻ്റെ അമ്മയെ കാണാൻ തുടങ്ങിയത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. അതിലൊന്നായിരുന്നു ഞാൻ. എൻ്റെ അമ്മ ചെയ്ത ഒരു വലിയ തെറ്റ് അതിലൂടെ ആ ടെൻറ്റയിൽ പുറത്തേക്ക് വന്നു. അതിനുശേഷം ഞാനും എൻ്റെ ബ്രദറും ചേർന്നാണ് ഒരുപാട് കഷ്ടപ്പെട്ട് അതിനെ കൺട്രോൾ ചെയ്തത്. ഒടുവില് ആ ഒരു ടെൻറ്റയിലിനെ എൻ്റെ ബോഡിയിൽ സെയിൽ ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം എനിക്കും 2 കുട്ടികളുണ്ടായി. ഇന്ദിര, ഹാസിറ എന്നിങ്ങനെയായിരുന്നു അവരുടെ 2 പേരുടെയും പേരുകൾ. അവർക്ക് 2 പേർക്കും ഞാൻ ട്രെയിനിങ് കൊടുത്തു. ഇന്ദിരയ്ക്കാണെങ്കിൽ നല്ല ചക്ര പവർ ഉണ്ടായിരുന്നു. എന്നാൽ ഹാസിറയ്ക്ക് ചക്ര എന്താണെന്നോ പവർ എന്താണെന്നോ അങ്ങനെ ഒന്നും അവൻ അറിയില്ലായിരുന്നു. ഹാസിറാമ ശരിക്കും ഒരു വിഡ്ഢിയായിരുന്നു. പക്ഷെ ഇന്ദിര അവൻ ഭയങ്കര പവർഫുള്ളും നല്ല ബുദ്ധിശാലിയുമായിരുന്നു. ഹാസിറാമ ഏറെക്കുറെ നിന്നെപ്പോലെ തന്നെ. നിന്റെ അച്ഛനും അമ്മയ്ക്കും നല്ല ബുദ്ധിയും കഴിവും ഉണ്ട്. പക്ഷെ നിനക്കാണെങ്കിൽ നല്ല ബുദ്ധിയോ കഴിവോ കാര്യങ്ങൾ വിവേകിച്ചറിയാനുള്ള കോമൺ സെൻസോ അങ്ങനെ ഒന്നുമില്ല. സോ നിന്നെപ്പോലെ തന്നെയായിരുന്നു ഹാസിറ. ഇന്ദിരയും ഹാസിറാമയും അവർ 2 പേരും 2 വഴിയിലാണ് മുൻപോട്ട് പോയത്. ഇന്ദിരയ്ക്ക് വിഷ്വൽ പവർ ആയിരുന്നു മെയിൻലി ഉണ്ടായിരുന്നത്. അവനായിരുന്നു ഷെരീങ്കൻ അത് അവേക്കനായത്. അവൻ ജനിച്ചപ്പോ തന്നെ വളരെ ജീനിയസ് ആയിരുന്നു. പക്ഷെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു ഹാസിറ. അവനാണെങ്കിൽ അവന്റെ ബ്രദർ ഇന്ദിരയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്ന് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. അവന്റെ ഏക ലക്ഷ്യം അത് മാത്രമായിരുന്നു. പിന്നീടുള്ള ഹാസിറാമയുടെ ജീവിതം അത് വളരെ ഡിഫറെന്റ് ആയിരുന്നു. അവന്റെ ചേട്ടനെ പോലെ തന്നെ ഒരുപാട് പവറും സ്ട്രെങ്ത് ഒക്കെ കൈവരിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി. അത് കേട്ട് നറൂട്ടോ അവൻ താഴേക്ക് നോക്കും. അവനിപ്പോ അവന്റെ നിഴല് അത് ഹാസിറാമയെ പോലെ തോന്നും. ഉടനെ സേജ് ഓഫ് സിക്സ് പാത്ത് പറയും, ഹാസിറാമയുടെ വഴിയാണോ ഇന്ദിരയുടെ വഴിയാണോ സ്വീകരിക്കേണ്ടതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. ഹാസിറയുടെ മനസ്സും പ്രവൃത്തിയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവന്റെ പവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കണ്ടപ്പോ ഞാൻ അവനില് ഒരുപാട് ഇംപ്രസ്ഡ് ആയി. അവന്റെ വഴി അത് ചൂസ് ചെയ്തു. അതിനുശേഷം ആ ടെയിലിനെ അതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് 9 ബീസ്റ്റുകളാക്കി മാറ്റി. ആ 9 ടൈൽഡ് ബീസ്റ്റിന്റെ പവർ അത് കിട്ടുകയാണെങ്കിൽ ലോകത്തിൽ സമാധാനം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്ദിരയാണെങ്കിൽ എന്റെ ഡിസിഷൻസ് അതൊന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇന്ദിരയും ഹാസിറയും അവർ 2 പേരും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. വർഷങ്ങൾ പോകുന്തോറും ആ ഒരു വെറുപ്പും പകയും അത് കൂടി വന്നു. ആക്ച്വലി ആ ഒരു ഹാസിറ അവൻ വീണ്ടും പുനർജന്മം എടുത്ത് തിരികെ എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നീയാണ് നറൂട്ടോ. അത് കേട്ട് നറൂട്ടോ അവൻ ഷോക്ക് ആകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.